വെഡ്ഡിങ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് SM സ്ട്രീറ്റിൽ പോകും. അതായത് സാരി ഒന്നുമല്ല, ഹൽദിക്കൊക്കെ ഉള്ള ഡ്രസ്സ് കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാണ് ഞാനും അമ്മയും. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് രാമനാട്ടുകരയിൽ നിന്ന് ഫറൂഖ് ബസ് കയറിയിട്ട് അവിടെ നിന്ന് പച്ച ബസ്, അതായത് സിറ്റി ബസ് കയറിയിട്ട് അവിടെ കൂടെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പച്ച ബസ് കയറി പോവുക. അപ്പം ഞാൻ ഈ സ്ഥലത്തിലൂടെ പോകുമ്പോൾ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴത്തോ തൊട്ട് ഇതിലെ പോകുമ്പോൾ അവിടെ ഫുള്ള് ഈ വിളക്ക്, കിണ്ടി, അങ്ങനത്തെ ഈ മെറ്റൽസിൻ്റെ സാധനങ്ങൾ തന്നെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത് കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെയൊക്കെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാമെന്ന്. പിന്നെ അത് അവിടെ കുറേ ഹൽവ, കോഴിക്കോടൻ ഹൽവ അതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊരു ഫാൻസി സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലമൊക്കെ വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ പോയി മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അവിടെ എത്താനായപ്പം ഇങ്ങനെ ഇത് കുളമാണോ എന്താ എനിക്കറിയില്ല, അപ്പോൾ അതിൽ നിറയെ വെള്ളമുണ്ട്. അങ്ങനെ അവിടെ ആ ഷോപ്പിലാണ് ഇറങ്ങേണ്ടത്. പിന്നെ നമുക്ക് അറിയില്ല ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അതായത് ഞാൻ ഇങ്ങോട്ട് വളരെ റെയറായിട്ടാണ് വരാറ്, പക്ഷേ അമ്മേൻ്റെ ഫ്രണ്ട് ഗോപി ക്യാൻറ്റീൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ അവർ 2 വീലറിൽ വരുന്നതുകൊണ്ട് അമ്മയ്ക്ക് അറിയില്ല ബസ് ഇറങ്ങി എങ്ങനെയാണ് നടക്കേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ നടന്ന് എങ്ങനെയോ എത്തി. അപ്പോൾ ഈ പള്ളി കണ്ട്. അപ്പോൾ ഈ പള്ളി കണ്ടപ്പോൾ വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ഞാനും ശില്പയും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശില്പ കോളേജിലെ. അപ്പോൾ നമ്മൾ ഈ LLBൻ്റെ ഇതിന് വേണ്ടിയിട്ട് എൻട്രൻസിന് വേണ്ടി വരുമ്പോൾ എന്നും ലീവാക്കി ആ പള്ളിയിലൊക്കെ ഒരു ദിവസം പോയിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തത്. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പോയപ്പോഴും തിരക്കാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായി. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ആരൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അവിടെ മീൻ, പല ടൈപ്പ് മീൻ വറുത്തതൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അവിടെ ഒരാൾ ബോർഡ് പിടിച്ച് നിൽക്കും, ഫുഡ് ബിരിയാണി അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ കയറി. അവിടെ ഭാഗ്യത്തിനാണ് അവിടുന്ന് സീറ്റ് കിട്ടിയത്. നമ്മൾ അന്ന് കുറച്ച് അതിന് ശേഷമുള്ള ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതിലുണ്ടാവുക ചോറ്, അച്ചാർ, പിന്നെ ഉപ്പേരി, പിന്നെ ഒരു വെള്ളക്കാളനോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നത്. ബിരിയാണി ഉണ്ട്, പക്ഷെ എനിക്ക് ബിരിയാണീനേക്കാളും ഇഷ്ടം ഊണാണ്. ഊണും മീൻ പൊരിച്ചൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ ഊണ് വാങ്ങാമെന്നാണ് വിചാരിച്ചേ. അങ്ങനെ അത് കഴിച്ച്. പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇവർ അയില എന്ന് പറഞ്ഞു തന്നെ വേറെ എന്തോ ഒരു മീനാണെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒരു കടയിലെത്തി. ഈ SM സ്ട്രീറ്റിൽ പോയ ലക്കാണ് നമ്മളൊരു നല്ല സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ നമ്മളെത്തിയ നല്ലൊരു സ്ഥലത്തേന്ന്. അവിടെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. അതായത് ഹൽദി, മെഹന്തി അതിനൊക്കെ പറ്റിയിട്ടുള്ള അത്ര പ്രൈസ് റേഞ്ച് കൂടുതലും അല്ലാത്ത ഒരു 3000 ആ പൈസക്കൊക്കെ കിട്ടുന്ന അടിപൊളി ഡ്രസ്സുകളുണ്ട്. ഞാൻ ഹൽദിക്കും മെഹന്തിക്കുമുള്ള ഡ്രസ്സ് അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ അമ്മയ്ക്ക് ഷിയേട്ടൻ്റെ വീട്ടിലുള്ള റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്ന് അവിടെ നിന്ന് ഡ്രസ്സുകൾ, ചെരുപ്പ് അതൊക്കെ നോക്കി. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെയുള്ള ഒരു ഡ്രസ്സും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ പോയത് ഫറൂഖ് ട്രെൻഡ്സിൽ പോയി. അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന്. ഇതിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ബിറ്റും കൂടെ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന്. കാരണം വേറെ കുറേ ആൾക്കാർ ഈ സ്ഥലങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്, അപ്പം എൻ്റെ വീട് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കൂടെ ഇടാമെന്ന്. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന ബസ്സാണ്. ഇപ്പം ഞാൻ സൂം ചെയ്യുന്നതാണ് എൻ്റെ വീട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി.